ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തേർഡ് യൂണിറ്റിലെ ലെസൺ 1 പഠിക്കാം. ഗുൽത്തെ നസാറെ എന്ന് പറഞ്ഞാൽ തുറക്കുന്ന കാഴ്ചകൾ. ജബ് ഹം ധീരെ ചൽത്തെ ഹി, ഞങ്ങൾ പതുക്കെ നടക്കുമ്പോൾ. എഴുതിയിരിക്കുന്നത് എലൻ ഷാ ആണ്. ഒരു യാത്രാ വിവരണമാണിത്. യാത്രയിലെ രസകരമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ലെസണിലേക്ക് വരാം. മേ ഹമേശ കി തരഹ് മെട്രോ മേ സ്കെച്ചിങ് കർത്ത കർ ലൗട്ട് രഹാത്ത. ഞാൻ പതിവ് പോലെ മെട്രോയിലിരുന്ന് ചിത്രങ്ങളൊക്കെ വരച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തബി ഏക്ക് ലടുക്കി പാസാക്കർ മേരാ കാം ദേക്കിനേലേക്ക്. അപ്പോഴാണ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വർക്കൊക്കെ കാണാൻ ഇടയാവുന്നത്. ഉസ്കാ നാം ലുവാനാത്ത. ആ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? ലുവാന എന്നായിരുന്നു. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗാക്കി ഉസ്നെ അപ്പന വിസിറ്റിംഗ് കാർഡ് മുജേ ദിയ ഔർ മിൽനെ കാ വാദാ കിയ. അവൾക്ക് എൻ്റെ വർക്കിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയി തോന്നി. ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ താല്പര്യം തോന്നി. ഉസ്നെ അപ്പന വിസിറ്റിംഗ് കാർഡ്, അവൾ തൻ്റെ വിസിറ്റിംഗ് കാർഡ് മുജേ ദിയ, എനിക്ക് തന്നു. ഔർ മിൽനേക്ക വാദാക്കിയ, ഇനി നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് പോയി. വാദാക്കിയ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തു. കുച്ച് ദിനോ ബാദ് വോ അപ്പനെ ദോസ്ത് മാനുവൽ കെ സാത്ത് മുജ്സെ മിൽനെ ആയി. അവൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാനുവലിൻ്റെ കൂടെ തന്നെ കാണാൻ വന്നു. ആരെ കാണാൻ വന്നു? എലൻ ഷായെ കാണാൻ വന്നു. ഉൻകി സംസ്ഥ കലാ തിയേറ്ററോ ഇറ്റലിക്ക് ഫ്രീ ഊലി ഇലാക്കെ മേം एक ചൽത്താ ഫിർത്ത തിയേറ്റർ ശുരു കർണ ചാഹത്തി തി. ഉൻകി സംസ്ഥ, അവളുടെ സ്ഥാപനമായ, സംസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥാപനം, കലാ തിയേറ്ററോ, കലാ തിയേറ്റർ, ഇറ്റലിയിലെ ഫ്രീ ഊലി ഇലാക്കെ മേ, ഇറ്റലിയിലെ ഫ്രീ ഊലി എന്ന പ്രദേശത്ത്, ഏക്ക് ചൽത്താ ഫിർത്ത തിയേറ്റർ, അതായത് ചുറ്റിക്കറങ്ങുന്ന ഒരു തിയേറ്റർ ആരംഭിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ എലൻ ഷായെ മാനുവലിൻ്റെ കൂടെ കാണാൻ വന്നത്. ഇസ്മേ ചിത്രകാർ, സംഗീതകാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനത്തെ. അതിലാരൊക്കെ ഉണ്ടായിരുന്നു? ചിത്രകാരന്മാരുണ്ടായിരുന്നു, സംഗീതകാരുണ്ടായിരുന്നു, ഡാൻസർ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക്ക് ബെഹ്തരീൻ ഡാൻസർ ഹെ. ലുവാന ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും നല്ലൊരു ഡാൻസറായിരുന്നു. ബെഹ്തരീൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ. ഉനോനെ മുജെ ഇസ് യാത്രക്കോ ചിത്രോമേ ദർജ് കർണേക്ക ന്യോത്ത ദിയ. അവർ ഈ യാത്രയിലുള്ള ചിത്രങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ എന്നെ ക്ഷണിച്ചു. ദർജ് കർണ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തിയെടുക്കുക. ന്യോത്ത ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നിമന്ത്രണം എന്നൊക്കെ പറയാം. മേരെ പാസ് ഹാം കെ അലാവ കോയ് ജവാബ് നത്ത. എൻ്റെ അടുത്ത് ഹാ ശരി ഞാൻ ചെയ്യാം എന്നല്ലാതെ മറ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അതായത് എലൻ ഷാക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ജോലി തന്നെയാണത്, അല്ലേ? നെക്സ്റ്റ് പേര. ഇസ് പ്രോജക്റ്റ് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ് ലേനാത്ത. ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം, മക്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, പതുക്കെ യാത്ര ചെയ്ത് അനുഭവങ്ങളൊക്കെ പകർത്തിയെടുക്കുക എന്നതായിരുന്നു. മധ്യകാൽ മേ ലോഗ് ഗധെ പർ സാമാൻ ബാന്ധ് കർ ഏക് സെ ദൂസരി ജഗ ലേ ജാത്തെ തെ. മധ്യകാലഘട്ടങ്ങളിൽ കഴുതപ്പുറത്ത് സാധനങ്ങളെല്ലാം കെട്ടിവെച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഹമാര റൂട്ട് ബി ഏക്ക് ഐസാ ഹി മധ്യകാലീന രാസ്താത്ത. ഞങ്ങളുടെ റൂട്ടും ഒരു മധ്യകാലീന വഴികളിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അലഗ് അലഗ് ഷെഹറും സെ ഹോക്കർ ഗുസർത്താത്ത. അങ്ങനെ പല പല പട്ടണങ്ങളിലായിട്ട് ഞങ്ങൾ കഴിച്ചു കൂട്ടുമായിരുന്നു. ഗുസർത്ത എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടുക. ഹമാരെ സാത്ത് ഫിയാക്കോ നാം കാ ഏക്ക് ഗദ പീത്ത. ഞങ്ങളുടെ കൂടെ ഫിയാക്കോ എന്നു പേരുള്ള ഒരു കഴുതയും ഉണ്ടായിരുന്നു. യാം യൂം കഹേക്കി ഹം ഫിയാക്കോ കെ സാത്ത് തെ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഞങ്ങൾ ഫിയാക്കോയുടെ കൂടെ ആയിരുന്നു എന്ന് പറയാം. ഹം ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹത്തെ. ഞങ്ങൾ ഫിയാക്കോയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഫിയാക്കോ കാ മാലിക് എല്ലിയ ബി സാത്ത് ത. ഫിയാക്കോയുടെ ഉടമസ്ഥനായിട്ടുള്ള എല്ലിയായും കൂടെ ഉണ്ടായിരുന്നു. തൈ ഹുവാക്കി ജഹാം ജഹാം ഫിയാക്കോ രുകേഗ ഹം ബി വഹിം രുക്ക് ജായെങ്കെ. ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചു എവിടെയൊക്കെയാണോ ഫിയാക്കോ നിൽക്കുന്നത്, അതായത് ഈ കഴുത എവിടെയൊക്കെ നിൽക്കുന്നു, അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്കും നിൽക്കാമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. തൈഹുവ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ഹമേം കഹിം പഹുഞ്ചിനേക്ക് ജൽദി നഹീം തി. ഞങ്ങൾക്ക് എവിടെയും പെട്ടെന്ന് എത്തേണ്ടതുണ്ടായിരുന്നില്ല. സ്ലോ ട്രാവലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. ഹം രാസ്തേമേം കഹിം ബി രുകിക്കർ നാച്ചിനെ ഗാനെ ബജാനെ ലഗത്തെ. ഞങ്ങൾ യാത്രയിലൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് നാച്ചിനെ ഡാൻസ് ചെയ്യും, ഗാനെ പാട്ട് പാടും, ദെൻ ബജാനെ ലഗത്തെ, പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കും. ജിസ് ഷഹർ മേ ഷാം കോ പെർഫോം കർത്തെ വഹിം രാത്ത് ഗുസാർത്തെ തെ. ഏതൊക്കെ പട്ടണങ്ങളിലാണോ ഞങ്ങൾ വൈകുന്നേരം പെർഫോം ചെയ്യുന്നത് അവിടെ തന്നെ രാത്രി സ്പെൻഡ് ചെയ്യും, അവിടെ തന്നെ രാത്രി കിടക്കുകയും ചെയ്യും.
മേ ഇൻ സബുക്കോ കാഗസ് പർ ഉഗേർത്ത രഹത്ത. ഞാനിതെല്ലാം പേപ്പറിൽ ഇങ്ങനെ വരച്ചു കൊണ്ടിരുന്നു. ആര്? എലൻ ഷാ. ഉഗേർത്ത എന്ന് പറഞ്ഞാൽ വരച്ചു കൊണ്ടിരിക്കുക, കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ. ശുരുവാത്ത് നദി സെ ദുആ മാംഗ്നെ സെ ഹുയി. സ്റ്റാർട്ടിങ് തന്നെ അവർ നദിക്ക് നേരെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു. കൈതറീനാനെ ഏക്ക് സുന്ദർ ഗാന ഗായ. കൈതറീന ഒരു സുന്ദരമായിട്ടുള്ള പാട്ടുപാടി. കയ്യോങ്കി ആങ്കേം പികുകൈ. എല്ലാവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. മുझे നദി സെ യൂം ദുആ മാംഗന ബഹുത് അച്ഛാ ലഗ. നദിക്ക് നേരെ നിന്നിട്ടുള്ള ആ പ്രാർത്ഥന എനിക്ക് നന്നായിട്ട് തോന്നി. ആർക്ക്? ലേഖകന്. അചാനക്ക് ഫിയാക്കോ ചലത്തെ ചലത്തെ രുകുകയാ. പെട്ടെന്ന് ഫിയാക്കോ എന്ത് ചെയ്തു? ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നു. ആകെ നദി രാസ്ത പാർ കർ രഹി. മുമ്പിലൊരു റിവർ ഉണ്ടായിരുന്നു, അത് മുറിച്ച് കടക്കേണ്ടതുണ്ടായിരുന്നു. ചിലപ്പോൾ വെള്ളം കണ്ടിട്ടായിരിക്കാം ഫിയാക്കോ അവിടെ നിന്നത്. ഷായദ് ഫിയാക്കോ ഉസേ പാർ കർ നെഹിം കർണ ചാഹത്താത്ത. ഒരുപക്ഷെ ഫിയാക്കോ അത് മുറിച്ച് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഹംപി രുകുകയെ. ഞങ്ങളും അവിടെ നിന്നു. കുച്ചിനെ ആരാം കിയ. കുറച്ച് പേരൊക്കെ വിശ്രമിച്ചു. കുച്ചിനെ ഫൽക്കായ. കുറച്ച് പേര് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. എല്ലിയാനെ ഫിയാക്കോ കോ മനാനേക്ക് ബഹുത്ത് കോശിഷ് കി. എല്ലി എന്ത് ചെയ്തു? ഫിയാക്കോനെ ഇങ്ങനെ മനാനെ എന്ന് പറഞ്ഞാൽ അനുസരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരുന്നു. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക. പർ വോ ടെസ് സെ മസ്ന ഹുവ. എന്നാൽ ഫിയാക്കോ അവിടെ അനങ്ങാതിരുന്നു. ടെസ് സെ മസ്ന ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പനെ സ്ഥാൻ സെ നഹിൽന. തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകാതിരിക്കുക, അനങ്ങാതിരിക്കുക. കോയി പൗൻ ഗണ്ടേ ബാദ് ക്രിസ്റ്റീനാനെ ഉസെ ഗേഹും കി പാലിയാൻ ദിക്കായി. ഒരു 3/4 മണിക്കൂറിന് ശേഷം ക്രിസ്റ്റീൻ എന്ത് ചെയ്തു? ഗോതമ്പ് കതിരുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഗേഹും കി ബാലിയ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കതിരുകൾ, പൗൻ ഗണ്ടേ എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ. ഉസെ ദേഖ്തേ ദേഖ്തേ ഫിയാക്കോ സടക്ക് പാർ കർ ഗയ. അത് നോക്കി നോക്കി ഫിയാക്കോ എന്ത് ചെയ്തു? റോഡ് മുറിച്ച് കടന്നു. പർ സബി ഉസ്കെ സാത്ത് നെഹിം ചലെ. എല്ലാവരും ഒന്നും അവരുടെ കൂടെ വന്നില്ല. വേ ബാത്തോ മേ മഷ്കൂലത്തെ. അവരെല്ലാവരും സംസാരത്തിൽ മുഴുകിയിരുന്നു. മഷ്കൂൽ എന്ന് പറഞ്ഞാൽ മുഴുകിയിരിക്കുക. സബ് സാത്തത്തെ. അവരെല്ലാവരും ഒന്നിച്ചിട്ട് ഇരിക്കായിരുന്നു. മസേമേത്തെ. അവരെല്ലാം തമാശയിലൊക്കെ മുഴുകിയിരിക്കായിരുന്നു. അപ്പോൾ കൈദ്രീന ഉസ് പാർ ഗേഹും കെ ഖേത്തുമേ ജാക്കർ ഗാനെ ലഗി. കത്രീന ആ റിവറൊക്കെ മുറിച്ച് കടന്നിട്ട് ഗോതമ്പ് വയലിൽ പോയിരുന്ന് പാട്ട് പാടാൻ തുടങ്ങി. ഉസ്കെ ഗാനമേ ഇത്തനീ കഷിഷ്തീക്കി. അവളുടെ മനോഹരമായ ആ പാട്ട് കേട്ടിട്ട് എല്ലാവരെയും ആകർഷിച്ചു. കശിഷ് എന്ന് പറഞ്ഞാൽ ആകർഷണം. കി സബ് കിഞ്ചെ ചലയായെ. എല്ലാവരും ആകർഷകരായിട്ട് അങ്ങോട്ട് പോയി. കുച്ചിനെ കേത് സെ ബാലിയ ഉജിക്കായി. കുറച്ച് പേര് ഗോതമ്പ് കതിരുകൾ മുറിച്ചെടുത്തു. ബാലിയം എന്ന് പറഞ്ഞാൽ കതിരുകൾ, ഉജിക്കായി മുറിച്ചെടുത്തു. മെമ്നെ ഏക്ക് ഹാത്ത് മേ ഉൾട്ടാ പക്കട പൗദാ ദേക്ക. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെടി തലകീഴായി പിടിച്ചു നോക്കി. ഉൾട്ടാ പക്കട എന്ന് വെച്ചാൽ തലകീഴായി പിടിച്ചു നോക്കി. ഉസ്കി ജഡ് ഊപ്പർത്തി ജോ ഫൂലും കി തരകിൽ ലഗ്രഹിത്തി. അതിൻ്റെ വേര് മുകളിലായിരുന്നു. അപ്പോൾ ഒരു ഫ്ലവേഴ്സ് പോലെ തോന്നി എനിക്ക്. യഹ് മൈത്തേയോ ആദാ ഫ്രഞ്ച് ആദാ ഇറ്റാലിയൻ. മറ്റൊരു കലാകാരനായിരുന്നു. ആര്? മൈത്തേയോ. അദ്ദേഹം പകുതി ഫ്രഞ്ചുകാരനായിരുന്നു, പകുതി ഇറ്റലിക്കാരനുമായിരുന്നു. മൈത്തേയോ സ്ലോവേനിയ और ഇറ്റലി के ബോർഡർ पर रहता है. 2 പ്രദേശങ്ങളിലെ അതിർത്തിയിലായിട്ടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നത്? സ്ലോവേനിയയുടെയും ഇറ്റലിയുടെയും ബോർഡറിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഹമാരി മണ്ഡലിക്ക സബ്സെ ചോട്ടാ സദസ്യ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ അംഗമായിരുന്നു അദ്ദേഹം. മണ്ഡലി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, സദസ്യ എന്ന് പറഞ്ഞാൽ അംഗം. ഹം ഉസേ ബച്ച ബച്ച ബുലാത്തേത്തെ. ഞങ്ങൾ അവനെ കുട്ടി കുട്ടി എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. പർ വോ സംഗീത് ബജാത്താത്തോ ജയ്സെ സമ ബന്ദ് ജാത്താത്ത. അവൻ സംഗീതം ആലപിക്കുമ്പോൾ എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കുമായിരുന്നു. അക്കാഡിയൻ പർ ഉസ്കി ബജായി ഖൂബ്സൂരത് ദുനേം ഹവാവുങ്കോ തിർക്കാ ദേത്തി. അക്കാഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അത് മനോഹരമായിട്ട് പ്ലേ ചെയ്യാൻ അവന് കഴിയുമായിരുന്നു. അത് പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും കേട്ടു നിൽക്കുന്നവരൊക്കെ അതിൽ മുഴുകുകയും എല്ലാവരും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ട് അദ്ദേഹം ആലപിക്കുമായിരുന്നു. ദിൻമേ ഹം ജഹാം സേ ബി ഗുസർത്തെ ലോഗ് ഹമേം ഷോക്ക ന്യോത്ത ദേത്തേത്തെ. ഏത് വഴിയിലൂടെയൊക്കെയാണോ ഞങ്ങൾ കടന്നു പോകുന്നത്, അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഷോ അവതരിപ്പിക്കാനുള്ള അവസരം തരുമായിരുന്നു. ന്യോത്ത എന്ന് പറഞ്ഞാൽ ക്ഷണം അല്ലെങ്കിൽ അവസരം. ഏക്ക് മഹിളാനെ അപ്പനി ബാൽക്കണി पर आकर कहा कि वे चल नहीं सकती है. ഒരു സ്ത്രീ തൻ്റെ ബാൽക്കണിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് നടക്കാൻ കഴിയില്ല. ഇസ്ലിയെ നെഹിം ആ പായെങ്കിൽ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ കഴിയില്ല. ഏ സുൻകർ മൈത്തേയോനെ വഹിം കെഡേ ഹോക്കർ ഉൻകെ ലിയെ പെർഫോം കിയ. ഇത് കേട്ടപ്പോൾ മൈത്തേയോ എന്ത് ചെയ്തു?
അവിടെ തന്നെ നിന്നുകൊണ്ട് അവൾക്ക് വേണ്ടി പെർഫോം ചെയ്തു. മേം ജയ്ത്തൂൻ കെ ഏക്ക് പേട് കെ നീച്ചെ ബഡേ സെ ക്യാൻവാസ് പെർ ചിത്ര ബനാ രഹാ താ. ഞാൻ ഒരു ഒലിവ് മരത്തിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് വലിയൊരു ക്യാൻവാസിൽ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജ് ബി വഹിം താ. സ്റ്റേജും അവിടെ തന്നെ ആയിരുന്നു. ജഹാം പെർഫോംസ് ഹോ രഹത്തെ. അവിടെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പാട്ടും ഡാൻസൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പനെ പസന്തീദ പേട് കെ നീച്ചെ ബൈറ്റ് മേ ബഡാ കുഷ്ത. എനിക്കിഷ്ടപ്പെട്ട മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വരയ്ക്കുന്നത് എനിക്ക് വളരെയധികം ഹാപ്പിയായിട്ട് തോന്നി. മുझे ജയ്ത്തൂൻ കി പത്തിയ ബഹുത്ത് സുന്ദർ ലഗ്തി ഹെ. ഒലിവ് മരത്തിൻ്റെ ഇലകൾ എനിക്ക് വളരെ സുന്ദരമായിട്ട് തോന്നി. മേംനെ ഉസ് ഷഹർ കെ ചർച്ചോം കോ ഉൾട്ടാ ബനായ. ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ പട്ടണത്തിലെ പള്ളികളെയൊക്കെ ഉൾട്ടാ മീൻസ് തല കീഴായി, തല തിരിച്ച് ബനായ ഉണ്ടാക്കി. അപ്പനെ പെൻകി തരെ, തൻ്റെ പേന പോലെ. മേ യഹ് ബനാഹി രഹാത്താക്കി കൈദ്രീന കാത്തേ കാത്തേ രോനയിലേക്ക്. ഇത് ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്രീന പാട്ടുപാടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസി സമയം ജയ്ത്തൂൻ കെ കുച്ച് പത്തേ മേരി സ്കെച്ച് ബുക്ക് പെർ ഗിരെ. ഈ സമയത്ത് ഒലിവ് മരത്തിൻ്റെ കുറച്ച് ഇലകൾ തൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് വീണു, അടർന്നു വീണു. മുझे वो आंसू की तरह लगे. അപ്പോൾ അതെനിക്ക് കണ്ണുനീര് പോലെ തോന്നി. ഹമാര പിച്ചല പെർഫോംസ് അച്ഛാ നെഹി ഹുവാത്ത. ഞങ്ങളുടെ കഴിഞ്ഞ പെർഫോംസ് അത്ര നന്നായിരുന്നില്ല. ഹം സബ് തനാവ് മേത്തെ. ഞങ്ങളെല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. തനാവ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ. പർ ആജ് ജയ്സെ ഹി കുർദിസ്ഥാൻ കെ അഷ്ടി. ഇന്ന് കുർദിസ്ഥാനിലുള്ള അഷ്ടിയും ഔർ ഇറാൻ കെ മെഹന്തി, ഇറാനിലെ മെഹന്തിയും നെ സാജ് ബജാത്തെ ഹുയെ ഗാന ശുരു കിയാത്തോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിച്ച് പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ സബ് മസേസ് എല്ലാവരും നല്ല എൻജോയ് ചെയ്തുകൊണ്ട് ഉൻകെ ആസ് പാസ് നാച്ചിനേക്ക്, അവൻ്റെ ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങി. അചാനക് ലഗ ജയ്സെ ഹം കിസി ദാഗെ സെ ബന്ധേ ഹുയേ ഹെ. പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെല്ലാവരും ഒരു നൂലിനാൽ ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നി. ദാഗെ എന്ന് പറഞ്ഞാൽ നൂല്. ലഗ ജയ്സെ ഹം ജയ്ത്തൂൻ കി പത്തിയോം സെ സർസറ രഹേ. അവരെല്ലാവരും ഒലിവ് മരത്തിൻ്റെ ഇലകൾ കാറ്റിൽ ഇളകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കില്ലേ, ആ ഒരു ശബ്ദം പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നി. ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ഒലിവ് മരത്തിൻ്റെ ഇലകൾ തഴുകി തലോടുന്നത് പോലെയൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറയാം. ഹമാര ആഖിരി പെർഫോംസ് കോർഡോ വാഡോ നാം കെ ഏക്ക് കമ്മ്യൂൺ കെ ഏക്ക് കിലേ മേ ഹുവ. ഞങ്ങളുടെ അവസാനത്തെ പെർഫോംസ് കോർഡോ വാഡോ എന്നു പേരുള്ള ഒരു കമ്മ്യൂണിലെ ഒരു കിലയിലായിരുന്നു. കില എന്ന് വെച്ചാൽ ഒരു കൊട്ടാരത്തിലായിരുന്നു. വഹം ജാക്കർ മുझे പത്താ ചലാക്കി ഫിയാക്കോ കെ അസലി മാലിക് കാ നാം എൽഫി താ. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിയാക്കോയുടെ യഥാർത്ഥ ഉടമസ്ഥൻ എൽഫി ആയിരുന്നു. ഉൻകെ ബാദ് അബ് ഉൻകാ ബേട്ട എല്ലിയ ഉസ്ക കയാൽ രക്താ ഹെ. അദ്ദേഹത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനായ എല്ലിയ അവനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. എല്ലിയ സമേത് സബി ലോഗ് ബഗീച്ചമേ ചലകെ. എല്ലിയയും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടെ പൂന്തോട്ടത്തിലേക്ക് നടന്നുപോയി. വഹാം ബീച്ച് മേ ഏക്ക് പേട് താ. ആ ഇടയിലായിട്ടൊരു ട്രീ ഉണ്ടായിരുന്നു അവിടെ. മുझे ഇറ്റാലിയൻ തോടി ബഹുത് ഹി ആതി ഹെ. എനിക്ക് ഇറ്റലി ഭാഷ കുറച്ചേ അറിയുള്ളൂ. വഹാം ലോഗ് കുച്ച് ഗംഭീർ ബാത് കർത്തെ ദിഖ് രഹേ തെ. അവിടെ ജനങ്ങൾ ഗംഭീരമായിട്ടുള്ള ഭാഷകൾ ഗംഭീരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇറ്റലി ഭാഷ. മുझे കുച്ച് സമझ് നഹി ആ രഹാ താ. എനിക്കൊന്നും മനസ്സിലായില്ല. ഉസ് വക്ത് കിസി സെ പൂച്ച്ന ടീക് ബി നഹി ലഗ. ഈ സമയം മറ്റുള്ളവരോട് ചോദിക്കുന്നതും ശരിയല്ല. സോ മേം ചുപ് ചാപ്പ് ഗഡാ രഹ. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. പഹലെ തോ ഉസ് പേട് കാ ചിത്ര ബനാനേക്കാ മേരാ മൻ നഹി താ. ആദ്യമൊന്നും ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. മുझे വോ കുച്ച് കാസ് നഹി ലഗാത്ത. ആ മരത്തിന് വലിയ ഒരു പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നിയില്ല. കാസ് എന്ന് വെച്ചാൽ പ്രത്യേകത. ബാദുമേ പത്താ ചലാക്കി വഹ് പേട് ഉസ് ജഗാ കെ മാലിക്കിനെ എൽഫി കി യാദുമേ ലഗായാത്ത. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ മരം എൽഫിയുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. എൽഫി ആരാണ്? ഫിയാക്കോൻ്റെ ആദ്യത്തെ യജമാനൻ. എൽഫിക്കോ ഫിയാക്കോ ബുരി ഹാലത്തുമേ മിലാത്ത. എൽഫിക്ക് ഫിയാക്കോനെ വളരെ ബാഡ് കണ്ടീഷനിലാണ് കിട്ടിയത്. എൽഫിനെ ഉസ്കി ബഡി തീമാർദാരി കർ ഉസെ തന്ദുരുസ്ത് കിയ. എൽഫി ഫിയാക്കോനെ പരിപാലിച്ച്, തീമാർദാരി എന്ന് വെച്ചാൽ പരിപാലിച്ച്, തന്ദുരുസ്ത് കിയ, തന്ദുരുസ്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥ ബനാദിയ എന്ന് വെച്ചാൽ ഹെൽത്തി ആക്കി എടുത്തു. അബ് ഫിയാക്കോ 14 സാൽ കാ ഹെ. ഇപ്പോൾ ഫിയാക്കോക്ക് 14 വയസ്സുണ്ട്. മേ ഉസ് പേട് കാ ചിത്ര ബനാനെ ലഗ. ഞാൻ ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. തബി ഫിയാക്കോ കൂംതാ ഹുവ ഉസ് പേട് കെ സാമനെ ആ ഗയ. ആ സമയം ഫിയാക്കോ ചുറ്റിക്കറങ്ങിയിട്ട് എൻ്റെ മരത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നു. മേനെ ഉസ് ചിത്രമേം ഷാമിൽ കർലിയ. ഞാൻ എന്ത് ചെയ്തു?
ആ ചിത്രത്തിൽ അവനെയും ഉൾപ്പെടുത്തി. പത്തിയാ ബനാന ലഗാത്തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി. ഇലകളൊക്കെ ഇങ്ങനെ വരക്കാൻ തുടങ്ങിയപ്പോൾ നേരിയ മഴ പെയ്തു. ഹൽക്കി ഹൽക്കി എന്ന് വെച്ചാൽ ചെറിയ തോതിലുള്ള മഴ, ബാരിഷ് മഴ. മേംനെ സ്കെച്ച് ബുക്ക് കൊ കുല ചോട് ദിയ. ഞാൻ സ്കെച്ച് ബുക്ക് തുറന്നു വെച്ചു. പത്തേ നെഹിം ബനായ. ഇലകളൊന്നും വരച്ചില്ല. ബാരിഷ് നെ ജോ പത്തേ ബനായ. മഴ എന്ത് ചെയ്തു? ചെറിയ ചെറിയ ഇലകൾ ഉണ്ടാക്കി. വഹി ഇസ് ചിത്രമേ. അത് ഈ ചിത്രത്തിൽ കാണാം. അവൻ ചിത്രം വരച്ചു, മരം വരച്ചു, അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വരച്ചു, ഇലകളൊന്നും വരച്ചില്ല. മഴത്തുള്ളികൾ ഇലകളെപ്പോലെ തോന്നിച്ചു. ഓ ഏകദം ജാദുയി പൽത്ത. അതൊരു മാന്ത്രിക നിമിഷമായിരുന്നു. ജാദുയി പൽ, മാന്ത്രിക നിമിഷം. മേവനെ ഐസാ ചിത്ര പഹലെ കബി നെഹിം ബനായത്ത. ഞാൻ ഇത്തരത്തിലുള്ളൊരു ചിത്രം ഒരിക്കലും വരച്ചിട്ടില്ല. ഇസ് ചിത്രക്കോ ഹമാരി പൂരി യാത്രാക്കി ഇന്ദഹാക്കി തര മാനിയെ. ഈ ചിത്രത്തെ എൻ്റെ യാത്രയുടെ അവസാനത്തെ ചിത്രമായിട്ട് കണക്കാക്കുന്നു. അതായത് ഈ യാത്രയുടെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് ആയിട്ട് പരിഗണിക്കാം. ഉസ് ഷാം കാ പെർഫോംസ് ജബർദസ്ത് ത. അന്ന് വൈകുന്നേരത്തെ പെർഫോംസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ജബർദസ്ത് എന്ന് വെച്ചാൽ സ്ട്രോങ് എന്നർത്ഥം. സബ് കുഷ്ത. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇസ് യാത്രാനെ ഹമേ ഇത്തനെ പ്യാർ ദോസ്ത് ദിയേത്തെ. ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. ഹംനെ ജാനാക്കി സബ് മിൽക്കർ അഗർ വോ കരീം. ഞങ്ങൾക്കിതിൽ നിന്നും മനസ്സിലായത് സബ് മിൽക്കർ അഗർ വോ കരീം. എല്ലാവരും ഒറ്റക്കെട്ടായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ജിസ്മേ ഉൻകാ ദിൽ തടക്താ ഹെ. മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. और उसे लोगों से साझा करते चले. ജനങ്ങളെല്ലാവരും കൂടി പങ്കിട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തോ ദുനിയ കിത്തനി ഖൂബ്സൂറത്ത് ഹോ ജാതി ഹെ. വേൾഡ് എത്ര സുന്ദരമായി തീരുമായിരുന്നു. ഇസ് യാത്രാസെ മുജിമേ കൈ ബദലാവ് ആയേ. ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. മേരാ യക്കിൻ ബഡാ ഹെ കി ജോ ചീസ് മുജെ പസന്ത് ഹെ മുജെ വഹി കർത്തേ രഹന ചാഹിയെ. എനിക്കൊരു വിശ്വാസം വന്നു ഈ യാത്രയിലൂടെ. ഏത് കാര്യമാണ് എനിക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്താൽ വിജയിക്കുമെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ എനിക്ക് മനസ്സിലായി. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് എലൻ ഷായെക്കുറിച്ച് പരിചയപ്പെടാം. എലൻ ഷാ ബെർലിൻ മേ രഹനെ വാല ഭാരതീയ കലാകാർ, ചിത്രകാർ, ആനിമേറ്റർ ഔർ കഹാനിക്കാർ ഹെ. എലൻ ഷാ ബെർലിനിൽ താമസിക്കുന്ന ഭാരതീയനായ കലാകാരനും ചിത്രകാരനും ആനിമേറ്ററും കഥാകൃത്തുമാണ്. ഉൻകാ ജന്മ 1973 കോ ബീഹാർ മേ ഹുവാ താ. അദ്ദേഹം 1973 ബീഹാറിലാണ് ജനിച്ചത്. ഉन्होंने नेशनल इंस्टीट्यूट ऑफ डिज़ाइन अहमदाबाद से एनिमेशन फिल्म मेकिंग में विशेषज्ञता के साथ संजा डिज़ाइन की पढ़ाई की है. അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിൽ നിന്നും അനിമേഷൻ സിനിമാ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയതിനൊപ്പം സഞ്ജ ഡിസൈൻ की पढ़ाई की है. കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലും പഠനം പൂർത്തിയാക്കി. वे 25 से ज़्यादा सालों से अपने जीवन को स्केच बुक में रिकॉर्ड कर रहे हैं. അദ്ദേഹം 25 വർഷത്തിലേറെയായി തൻ്റെ ജീവിതം സ്കെച്ച് ബുക്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉൻകോ ബച്ചോं के लिए ചിത്ര ബനാന ഔർ യാത്ര കർണ ബഹുത്ത് പസന്ത് ഹെ. അദ്ദേഹത്തിന് കുട്ടികൾക്ക് വേണ്ടി ചിത്രം വരയ്ക്കാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും വളരെയധികം ഇഷ്ടമാണ്. ഈ എടുക്കുന്ന ലെസൺസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസ് വർക്ക്സൊക്കെ ഇടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യണം. പിന്നെ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.